Take the next left onto Koniyachankovil Road. നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ കല്ലേലി പാലത്തിൽ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ് അച്ചൻകോവിലോട്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അച്ചൻകോവിൽ, റൈറ്റ് പോയി കഴിഞ്ഞാൽ കല്ലേലി ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, യാത്ര തുടരുകയാണ്. Continue on Koniyachankovil Road for 16 kilometers. 16 കിലോമീറ്റേഴ്സ് ഉണ്ടെന്നാണ് ഗൂഗിൾ ചേച്ചി പറയുന്നത് കേട്ടോ. പക്ഷേ കറക്റ്റ് അല്ല. അതിൽ കൂടുതൽ യാത്ര ചെയ്യാനുണ്ട്. പിന്നെ റോഡും മോശമാണ്, സിഗ്നലും കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ഇടയ്ക്കൊക്കെ കട്ടായി പോകുന്നുണ്ട്. അങ്ങനെ ഉൾക്കാട്ടിലോട്ട് കയറുകയാണ്. രണ്ട് സൈഡിലും മരങ്ങളാണ്. ചെറിയ വഴിയാണ്, ഒരു കാറ് പോകുന്ന വഴിയേ ഉള്ളൂ. വലിയ വണ്ടി പോകും, പക്ഷേ എന്നാലും കുറച്ച് കഷ്ടമാണ്. വലിയ വണ്ടികൾ വിടുന്നില്ല എന്നാണ് പറയാനായിട്ട്. ഇവിടെ എന്തോ ഒരു മയൽക്കുത്തി വെച്ചിട്ടുണ്ട്, അതൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തോ എഴുതിയിട്ടുണ്ട്, എല്ലാം പായൽ പിടിച്ചിരുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ പുഴ ഒഴുകുന്നത്, നമ്മുടെ അച്ചൻകോവിലിന് സമാന്തരമായിട്ട് കിടക്കുന്ന ഒരു റോഡാണിത്. പുഴയുടെ അരികിലൂടെയുള്ള റോഡെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് മരങ്ങളുണ്ട്, കാടുകളുണ്ട് ഇതിൻ്റെ സൈഡിൽ. ഇതാണ് ഒരാൾ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എൻ്റെ അകത്ത് വേറൊരു ചെറിയ ബക്കറ്റുണ്ട്. എനിക്കൊന്ന് റബ്ബറും തോട്ടമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് വരുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. ഉച്ചകഴിഞ്ഞ്, എന്നാലും ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുത്ത കാലാവസ്ഥയാണ്. വലിയ പൊല്യൂഷനില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല, സൗണ്ടില്ല. പിന്നെ വന്യമൃഗങ്ങളുണ്ട്, ആന അങ്ങനെയുള്ള ജീവികളെല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ ഇതുവരെ ഒന്നും സൈറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ കാറിൽ വരുന്നതാണ് സുഖം. വഴി കുറച്ച് മോശമായതുകൊണ്ടാണ്. കാറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. ഇത് ബൈക്കിലാകുമ്പോൾ നമുക്ക് കുറച്ച് ചലഞ്ചാണ് പോക്ക്. വഴിയിൽ വണ്ടി നിർത്തി ഉൾക്കാട്ടിലോട്ടൊന്നും കയറി കാണാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊറ്റയ്ക്കേ ഉള്ളൂ. അതുമല്ല, ഈ വഴി ആൾക്കാരൊന്നും വരുന്നില്ല. വണ്ടി നിർത്തി വെച്ചിട്ട് പോയി കഴിയുമ്പോൾ ആന വല്ലതും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്.